ഉപമ ഒരു പുതിയ മോഡേൺ യുഗത്തിലെ കഥയാക്കിയതിന്റെ ദൃശ്യ ആവിഷ്കാരത്തിൽ കുവൈറ്റ് സെന്റ് ജെയിംസ് സേവികാ സംഘാംഗങ്ങൾ അവതരിപ്പിക്കുന്നു 10 കന്യകമാർ. ഓഹോ, ഇത് കൊള്ളാമല്ലോ. ആരും കാണുന്നില്ലല്ലോ. മണവാളൻ വരുമെന്ന് പറഞ്ഞ് ഇന്ന് തന്നെയല്ലേ? അതോ എനിക്ക് തെറ്റിയോ? വരണമെന്ന് പറഞ്ഞ ഹാള് മാറിപ്പോയോ? ഏയ് ഇല്ല, ഇത് തന്നെയാണ്. എനിക്ക് തെറ്റില്ല. ഞാൻ നോക്കട്ടെ. പോകല്ലേ, വെയിറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞിട്ടേ പോകാവൂ. ആ ആ ആ തെറ്റിയില്ല, ഇവിടെ തന്നെ ഉണ്ട്. മോളി എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ശരി, കഴിയുമ്പോൾ വിളിക്കാം. ഓക്കെ, ബൈ. എൻ്റെ ലീലേ, ഞാൻ ഓർത്തു നിങ്ങൾ എല്ലാവരും വന്നു, എല്ലാവരും പോയി എന്ന്. ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. മോളി, ഞാൻ ഇത് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാവുന്ന ഒരു മനുഷ്യനെ പോലും ഈ കോമ്പൗണ്ടിൽ എങ്ങും കാണുന്നില്ലല്ലോ. ബാക്കിയുള്ളവർക്ക് എന്തിയേ? ഒരു സമയം പറഞ്ഞാൽ ഒരെണ്ണം നേരത്തും കാലത്തും വരത്തില്ല. ഹായ് ലേഡീസ്, നിങ്ങൾ നേരത്തെ എത്തിയോ? എന്തി നമ്മുടെ ബാക്കി മഹിളകളെല്ലാവരും? ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഭക്തകളെ കണ്ടായിരുന്നു. എന്നെ കണ്ടു എന്ന് തോന്നുന്നു. ഞാൻ മൈൻഡ് ചെയ്തില്ല, അടിച്ചു വിട്ടിങ്ങ് പോന്നു. ഏതായാലും നീ അവരെ കണ്ടത് നന്നായി. നമുക്ക് ഉറപ്പിക്കാം, മണവാളൻ വന്നില്ല. കാരണം വന്നാൽ ഉറപ്പല്ലേ അവളുമാര് പോയിരിക്കും. വെരി സോറി, പിള്ളേരെ ട്യൂഷൻ അങ്ങോട്ട് വിട്ടിട്ടാണ് വരുന്നത്. അതാ ലേറ്റ് ആയിപ്പോയേ. പിന്നെ എനിക്കറിയാമായിരുന്നു നമ്മളാരും കറക്റ്റ് സമയത്ത് വരത്തില്ല എന്ന്. സാരമില്ലടി, ഇത് ഫിക്സഡ് ടൈം പ്രോഗ്രാം ഒന്നുമല്ലല്ലോ. പിന്നെ കൃത്യസമയത്ത് ഒരു കാര്യവും നടത്തിയ ചരിത്രവും നമുക്കില്ലല്ലോ. എന്തായാലും നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ, അത് മതി. Yeah, you're right. Okay. See, I'm going to attend a function. I'll call you later. Okay, yeah. Okay, cool. Yes. Okay, bye. Sorry, dears. Duty കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വരുവാ. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞാൻ ലേറ്റ് ആയില്ലല്ലോ. എന്ത് ലേറ്റ് ആണടി? ഞാൻ ഓടി ധൃതി പിടിച്ച് വന്നതാ, വെറുതെ ആയി. എവിടെ നമ്മുടെ പ്രധാന മഹിളകൾ? ഇതുവരെയും എത്തിയില്ലേ? ഏയ് ഇല്ലെന്നേ. അവർ 5 പേരും അവിടെ എണ്ണ മേടിക്കാൻ നിൽക്കുന്നത് ഇവള് കണ്ടായിരുന്നു. യെസ്, ഞാൻ കണ്ടായിരുന്നു. ബൈ ദ ബൈ, നമ്മളോട് എണ്ണ എടുക്കാൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ നമ്മൾ ആരും എണ്ണ എടുത്തില്ലല്ലോ. ഓ സിലി ഗേൾ, ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്യാം. ഹോം ഡെലിവറിയുടെ കാലമല്ലേ ഇത്. അവർ ഉടൻ തന്നെ ഇവിടെ ഡെലിവറി ചെയ്യും. എന്നാ വേഗം എണ്ണ ഓർഡർ ചെയ്, ഇനി താമസിക്കണ്ട. വിളക്ക് മാത്രം എടുത്തോണ്ട് വന്നാൽ പറ്റത്തില്ലല്ലോ, അതിനകത്ത് ഒഴിക്കാൻ എണ്ണയും വേണ്ടേ? നമ്മൾ എണ്ണ കുറച്ച് നേരത്തെ തന്നെ ഓർഡർ ചെയ്യേണ്ടതായിരുന്നു. സാരമില്ല, അവർ പെട്ടെന്ന് വരും. ഞാനും എല്ലാം ഇപ്പം ഓൺലൈൻ ആയിട്ടാണ് വാങ്ങുന്നത്. തിരക്കണ്ട, സാധനങ്ങളൊക്കെ വാതിൽക്കൽ കിട്ടും. വാ, നമുക്കൊരു സെൽഫി എടുക്കാം. FB-യിലും ഇൻസ്റ്റയിലൊക്കെ ഞാനങ്ങ് പോസ്റ്റ് ചെയ്യാം. സേവികാ സംഘത്തിന്റെ ഗ്രൂപ്പിലേക്ക് വിട്ടേക്കാം. എല്ലാരും ഒന്ന് കാണട്ടേന്നേ. വെരി നൈസ് പിക്. ഓ ദാ, അവർ 5 പേര് എത്തിയല്ലോ. ഇനി നമ്മുടെ പരിപാടി ഒന്നും നടക്കത്തില്ല. നിങ്ങൾ നേരത്തെ എത്തിയോ? ഞങ്ങൾ എണ്ണ വാങ്ങിക്കാൻ ഒന്ന് കടയിൽ കയറി, പിന്നെ വണ്ടി പിടിച്ചു വരുവാൻ സമയമെടുത്തു. നീ ഞങ്ങളെ കണ്ടായിരുന്നു അല്ലേ? പിന്നെന്താ വണ്ടിയൊന്നും നിർത്താഞ്ഞത്? ഞങ്ങൾക്കൊരു ലിഫ്റ്റ് തന്നിരുന്നെങ്കിൽ ഞങ്ങളിപ്പോ നേരത്തെ എവിടെ എത്തിയേനെ. കഷ്ടമായി പോയി. നേരത്തെ വരാഞ്ഞത് നന്നായി. ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുകയായിരുന്നു. നിങ്ങൾ നേരത്തെ വന്നിരുന്നുവെങ്കിൽ അതൊന്നും നടക്കില്ലായിരുന്നു. ഞങ്ങൾ റീൽസ് ചെയ്തു, ഡാൻസ് കളിച്ചു, എല്ലാം FB-യിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങളെല്ലാം ചെയ്തു, ശരി തന്നെ. എന്നാൽ നിങ്ങളുടെ വിളക്കിൽ ഒഴിക്കാൻ എണ്ണ കരുതിയിട്ടുണ്ടോ? അവര് പ്രത്യേകം പറഞ്ഞായിരുന്നു, നമ്മൾ ഒരുങ്ങുന്നതിനോടൊപ്പം വിളക്കിൽ എണ്ണ എടുക്കണം എന്നുള്ള കാര്യം.
ജസ്റ്റ് ചിൽ ലേഡി. ഞങ്ങൾ എണ്ണ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. താമസിക്കാതെ തന്നെ എണ്ണ അവരിവിടെ ഡെലിവറിയും ചെയ്യും. ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര അഡ്വാൻസ് ടെക്നോളജിയിലാണ് ജീവിക്കുന്നത്. ഹൗ ഈസി യുവർ ലൈഫ് ബിക്കെയിം. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മണവാളനെ എതിരേൽക്കുവാനാണല്ലോ. നിങ്ങളുടെ വിളക്കിലെ എണ്ണ നിങ്ങൾക്ക് കിട്ടുന്നതിനെ പറ്റി നിങ്ങൾ ഉറപ്പു വരുത്തുക. മറ്റു തർക്കങ്ങൾ ഒന്നും വേണ്ട. നമ്മൾ വെറുതെ ഓരോന്ന് അതും ഇതുമൊക്കെ പറഞ്ഞിരിക്കാതെ നമുക്ക് പാട്ടുപാടി പ്രാർത്ഥിക്കാം. മണവാളൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ഓ പ്ലീസ് പ്ലീസ് പ്ലീസ്, പാട്ടും പ്രാർത്ഥനയും ധ്യാനമൊക്കെ വേണമെങ്കിൽ അവിടെ മതി, ഇവിടെ വേണ്ട. അവിടെ കസറകൾ കിടപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലൂ. എന്താടി നീ ഇങ്ങനെ പറയുന്നത്? നമ്മളെല്ലാം ഒരേ തീരുമാനമെടുത്ത് വന്നവരല്ലേ. നമ്മുടെ മണവാളിനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുമിച്ച് പോകണം, ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു വന്നതല്ലേ. നിങ്ങൾ ആ എണ്ണയുടെ കാര്യം ഒന്ന് തിരക്ക്. അവരെവിടം വരെ ആയെന്നൊന്ന് വിളിച്ചു നോക്ക്. ശരിയാ, അവർ വരേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ഹലോ, നിങ്ങൾ എവിടെ വരെയായി? ഇല്ല, പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇന്ന് തന്നെ എണ്ണ കിട്ടണം. എണ്ണയ്ക്ക് ഇന്ന് ഒത്തിരി ആവശ്യമുള്ള ദിവസമാണ്. ഞങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തല്ലേ. എന്തുവാ, സാൽമിയ പാസനേജ് വരെ എത്തിയതേ ഉള്ളെന്നോ? ഓ, പെട്ടെന്നൊന്ന് വരണേ, താമസിക്കരുത്. ഓക്കെ, ശരി. ഡാ, അവർ വരാൻ താമസിക്കുമെന്ന്. രാത്രി കുറെ ആയല്ലോ, നമുക്ക് കുറച്ചു സമയം ഉറങ്ങാം. മണവാളം വരുന്ന സമയം അറിയില്ലല്ലോ, വരുമ്പോൾ ഉണരാം. ഓക്കെ, ശരിയാണ്. കുറച്ചു സമയം വിശ്രമിക്കാം. ആഹളത്തിന്റെ ശബ്ദം കേൾക്കുന്നല്ലോ. ഡി, എല്ലാവരും ഉണര്, എഴുന്നേൽക്ക്. മണവാളൻ എത്തി എന്ന് തോന്നുന്നു. എല്ലാവരും വിളക്ക് തെളിയിക്ക്. എടി, എണ്ണയുമായി അവർ എത്തിയില്ലല്ലോ. ഒന്നുകൂടി അവരെ വിളിച്ചു നോക്കിക്കേ. അയ്യോടി, ചതിച്ചു. ഓൺലൈൻ ഡെലിവറിക്കാർ ചതിച്ചു. അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അവർ നാളെ നമുക്ക് എണ്ണ ഡെലിവറി ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ പാസനേജിൽ അച്ഛനെ ഏൽപ്പിച്ചേക്കാം എന്നാ പറയുന്നേ. എന്താ ചെയ്യണ്ടേ? വഴിയിൽ വെച്ച് കുറച്ച് എണ്ണ മേടിച്ചാൽ മതിയായിരുന്നു. അവളുമാരെ ഞാനും കണ്ടതായിരുന്നു. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു നാണവും വിചാരിക്കണ്ട, അവരോട് ചോദിക്കാന്നേ. ആ, അത് ശരിയാ. അതാ നല്ലത്, ചോദിക്കാം. സഹോദരിമാരെ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ എണ്ണ ഓൺലൈൻ ഓർഡർ ചെയ്തായിരുന്നു, പക്ഷേ ഇങ്ങ് എത്തിയില്ല. ഞങ്ങൾക്ക് കുറച്ച് എണ്ണ കടം തരാമോ? കടമായിട്ട് മതി. ഷെയറിങ് ഈസ് കെയറിങ് അല്ലേ? കുറച്ച് എണ്ണ തന്നാൽ മതി. സഹോദരിമാരെ, ഒന്നും തോന്നരുത്, ഒന്നും വിചാരിക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ എണ്ണ ഇപ്പോൾ ഷെയർ ചെയ്തു തരുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നും കുറച്ച് നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കുമില്ല നിങ്ങൾക്കും ഇല്ലാതെന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുത്ത് പോയി എണ്ണ വാങ്ങിച്ചിട്ട് വാ. എടി, പെട്ടെന്ന് പോയി വാങ്ങിയിട്ട് വരാം. മണവാളൻ വരുമ്പോഴേക്കും നമുക്ക് ഓടിപ്പോയിട്ട് വരാൻ സാധിക്കും. താഴെ ബക്കാല ഉണ്ടെന്ന് തോന്നുന്നു. ശരിയാ, നമുക്ക് പോയി എണ്ണ വാങ്ങിയിട്ട് വരാം. തരത്തില്ല, അവളുമാർ എണ്ണ തരത്തില്ല.
അതാ നമ്മുടെ മണവാളം വന്നല്ലോ. എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നുവാ. എന്റെ പ്രിയപ്പെട്ടവരെ, വരിക, എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. വിളക്കിൽ എണ്ണയുമായി ഒരുങ്ങി കാത്തു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ ചേർക്കാനാണ് ഞാൻ വന്നത്. വിളിക്കപ്പെട്ടവർ ഏറെയെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമത്രേ. വരിക. നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു, എത്ര ബുദ്ധിമുട്ടി ഇത്ര എണ്ണ മേടിക്കാനായിട്ട്. നേരത്തെ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഏതായാലും താഴത്തെ കടയിൽ എണ്ണ ഉണ്ടായിരുന്നത് നന്നായി. മണവാളൻ വന്നോ ആവോ, ആർക്കറിയാം. നമ്മൾ അധികം ലേറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു, എങ്കിലും കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും എവിടെ പോയി? അതുകൊണ്ട് മണവാള, പ്ലീസ് ഞങ്ങളെ കൂടി കയറ്റണം. ഞങ്ങൾക്കും അങ്ങയുടെ കൂടെ അകത്ത് വരണം. അടച്ച വാതിൽ ഞങ്ങൾക്ക് വേണ്ടി കൂടി ഒന്ന് തുറക്കണേ. നിങ്ങൾ ആരാണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങളുടെ കാര്യത്തെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഞങ്ങളും ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ളവരാ. ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ വിളക്കുമുണ്ട്, എണ്ണയുമുണ്ട്. പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി കൂടെ തുറക്കണേ. അപ്രകാരം എനിക്ക് നിങ്ങൾക്കായി തുറക്കുവാൻ സാധിക്കില്ല. അധർമ്മം പ്രവർത്തിച്ചവരെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങൾക്ക് പോകാം. ദർ ഈസ് നോ സെക്കൻഡ് ചാൻസ്. ഒരിക്കൽ അടച്ചാൽ വീണ്ടും അത് തുറക്കില്ല. ഈ സ്കിറ്റ് തികച്ചും സാങ്കല്പികം എങ്കിലും നമ്മുടെ മണവാളനായ യേശു നമ്മെ ചേർപ്പാൻ വരുന്നതിൻ്റെ നാളുകൾ ഏറെ അടുത്തു. ലോകസംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു. വിളക്കിൽ എണ്ണ എടുത്തില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ എതിരേൽക്കാൻ നമ്മെ തന്നെ ഒരുക്കിയില്ല എന്നതാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുന്ന കാലം, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്ന കാലം, ക്ഷാമവും ഭൂകമ്പങ്ങളും അവിടവിടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലം. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം അധിവസിക്കുന്നത്. ഗർഭിണിയുടെ ഈറ്റുനോവിന്റെ ആരംഭം പോലെ ഭൂമിയിൽ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചഞ്ചലപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കർത്താവിനെ എതിരേൽപ്പാനായി ബുദ്ധിയുള്ള വിളക്കിൽ എണ്ണ കരുതിയ ആ 5 കന്യകമാരെ പോലെ യേശുവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. അവനായി നമുക്ക് കാത്തിരിക്കാം.